ഹലോ. അപ്പോൾ ഫുഡ് ഈറേഷൻ എന്ന് പറഞ്ഞ ചാനലുണ്ടായിരുന്നത്. അപ്പോൾ അതിലത്തെ ഒരു പേരൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ കുക്കിംഗ് വിത്ത് ബായി ആക്കിയിട്ട് ഫസ്റ്റത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ബ്രോസ്റ്റഡാണ്. ബ്രോസ്റ്റഡ് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു 6 മണിക്കൂർ ഇരിക്കേണ്ടതുകൊണ്ട് നമ്മളത് ആദ്യമേ മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ആ മാഗ്നേറ്റ് ചെയ്തത് എങ്ങനെയാണ് നിങ്ങൾ ഒന്ന് അവിടെ പോയി കണ്ടിട്ട് വരും. അപ്പോൾ നമ്മൾ ഫ്രൈഡ് ചിക്കനുള്ള ചിക്കൻ റെഡിയാക്കി കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു കപ്പ് പാലാണ് വേണ്ടത് കേട്ടോ. ഒരു കപ്പ് പാല്, ഒരു 6 ടീസ്പൂൺ തൈര്, കുറച്ച് കുറവുണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു ലേശം, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി 1 ടീസ്പൂൺ കേട്ടോ, ഗരം മസാലയാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് പാകത്തിന്. കൈ മുക്കിയിട്ടൊക്കെ ഉണ്ട്. നന്നായിട്ട് കൈ ഉപ്പ് കഴുകിയിട്ടാണ് കേട്ടോ, സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കൈയിട്ട് അടക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കത്തി കൊണ്ട് നന്നായി കുത്തിയിട്ട് ഒരു ഗ്യാപ്പുകൾ ഉണ്ടാക്കണം. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് മസാല കയറാൻ വേണ്ടിയിട്ട്. ഞാനത് വീഡിയോ എടുക്കുന്നതിന് മുന്നേ പറയാൻ മറന്നു. കണ്ടോ, നമ്മൾ നന്നായിട്ട് കുത്തിയിട്ടുണ്ട് കത്തിയിട്ട്. അപ്പോൾ എല്ലാവരും അത് ചെയ്യാൻ മറക്കരുത്. ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ. മിക്സ് ചെയ്യണം. കാരണം പാലും തൈരും ആ പൊടികളൊക്കെ അല്ലേ, അതൊക്കെ അതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ചിക്കനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമുക്ക്. എന്നാലാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുള്ളൂ. നമ്മൾ ആ ഗ്യാപ്പ് ഇട്ടില്ലേ ഉണ്ടാവും, ഇതിലേക്ക് നന്നായിട്ട് ആ ഗ്യാപ്പിലൊക്കെ നല്ലോണം കയറണം. അതുപോലെ ചിക്കൻ്റെ ഈ ലെഗ് പീസ് വേവാൻ കുറച്ച് താമസം ഉണ്ടാവും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് ചിക്കനൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ചിക്കൻ ഇതിൽ നന്നായി മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം കേട്ടോ. ചിക്കൻ നന്നായിട്ട് ഇതിൽ മുങ്ങി കിടക്കണം. എന്നിട്ട് നമുക്ക് 6 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മറ്റേ വീഡിയോ കണ്ടില്ല നിങ്ങൾ, നമ്മൾ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്തില്ലേ, അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ആ ഇത് ചിക്കൻ മുക്കി വെച്ച വെള്ളമാണിത്. ഇതിലേക്ക് നമ്മൾ മൈദ, ഒരു 2 സ്പൂൺ മൈദ കേട്ടോ, രണ്ട് സ്പൂൺ മൈദ, 2 മുട്ട വേണം, കേട്ടോ. കട്ടയൊന്നും പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്നും അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി വേറെ ചെറിയൊരു പണിയുണ്ട്. ഇതിൻ്റെ മെയിൻ സാധനം ബ്രോസ്റ്റഡിൽ ആ ക്രിസ്മസ് വേണമല്ലോ നമുക്ക്, അതിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അത് ഇങ്ങനത്തെ ഒരു ബൗൾ എടുത്തിട്ട് കോൺഫ്ലവർ, 1 കപ്പ് കോൺഫ്ലവർ, പിന്നെ 1 കപ്പ് മൈദ കേട്ടോ, കുരുമുളക് പൊടി, ഗരം മസാല കേട്ടോ, കുറച്ച് ചില്ലിപ്പൊടി, മുളക് പൊടി, എരിക്കനുസരിച്ച് നമുക്ക് കൂട്ടാം കേട്ടോ. സ്പൈസി ഫ്രൈഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി ഇട്ടാൽ മതി നമ്മൾ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് നമുക്ക് കുറച്ച് നല്ലതാണ്. കാരണം ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും വേണ്ടല്ലോ, കുറച്ചിടാൻ പാടുള്ളൂ. ഇത് മതി കേട്ടോ. പിന്നെ അപ്പോൾ അടുത്തത് ഓട്സാണ് കേട്ടോ. ഓട്സ് ഇത് നമുക്ക് ഫുൾ ഇതിലിടാം.
ഇത് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബ്രോസ്റ്റഡ് ഉണ്ടാക്കാനേ അടുപ്പ് വേണമല്ലോ. അപ്പോൾ അടുപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അടുപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിക്കുക, ഉരുളി വെക്കുക, പൊരിക്കുക. ഇപ്പോൾ തട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ എണ്ണ ഒഴിക്കുക കേട്ടോ. നല്ല എണ്ണയാണ്, വെളിച്ചെണ്ണയാണ്. അപ്പോൾ എണ്ണ തിളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് നമ്മുടെ ഈ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ മുട്ടയൊക്കെ ഇട്ടാക്കിയത്, അതിൽ നന്നായിട്ടൊന്ന് മുക്കുക. എന്നിട്ട് നമ്മുടെ ഈ പൊടിയിൽ ഈ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ആ വെള്ളത്തിൽ ഇതുകൊണ്ട് കുതിരണം. ഇതൊന്ന് മാറ്റി വെക്കുക, അടുത്തെടുക്കുക കേട്ടോ. അപ്പോഴേ ഇത് മാരിനേറ്റ് ചെയ്തത് നമുക്ക് എണ്ണയ്ക്ക് ഇടാൻ പോകാം. എണ്ണ ചൂടായിട്ടുണ്ടല്ലോ. അപ്പോൾ ചിക്കൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് റെഡി ഉണ്ട് കേട്ടോ. വേറിട്ട് കഴിക്കാൻ ഒരു നല്ലൊരു വാഴൻ്റെ ഇല. പിന്നെ ആ കാണാൻ ഇവിടെ ഭാരതപ്പുഴ ഒന്ന് പോയി കണ്ടിട്ട് വരും. അപ്പോൾ ഞങ്ങളൊന്ന് സെറ്റ് ചെയ്തേക്കാം. നല്ല വാഴയില കേട്ടോ. നല്ല മുരിഞ്ഞ നമ്മുടെ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ബ്രെഡും കൂട്ടിയിട്ട് ഒരു പിടിനെ പിടിക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഉള്ളൊക്കെ നല്ല വെന്ത് സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. ഒരു സോസ്, മയോണസ്, അടിപൊളി. അപ്പോഴേ സബ്സ്ക്രൈബ് മറക്കരുത്. ബെല്ലേക്കാൻ ഒന്ന് ഞെക്കിക്കോളി. ലൈക്കും കമൻറ്റുകളൊക്കെ ഇട്ടോളി. എന്തെങ്കിലുമൊക്കെ ഇതിൽ ഇനി വേറെ ചേർക്കാണ്ടെന്നല്ലോ നിങ്ങൾക്ക് അറിയണ ഒരു ടിപ്സൊക്കെ പറയാം. അടുത്ത് നമ്മൾ എന്താ വേണ്ടത് ഞങ്ങൾ പറഞ്ഞോളി, നമ്മളത് ഉണ്ടാക്കും. ഇതൊന്ന് തീർക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.